ദിലീപിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളി. നമ്മള് ആലുവക്കാർക്ക് ഈ അനില് ഇതുപോലെ ഓരോ ജംഗ്ഷനിലും ചൈത്രം എന്ന് പറഞ്ഞ കടകൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആലുവക്കാരെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാത്ത സ്വാദുള്ള, നമുക്ക് കായ്വർത്താണെങ്കിലും ചക്കവർത്താണെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ഇല്ലാത്ത വിഷയങ്ങളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഓണക്കാലമൊക്കെ വരികയാണ്. ഇന്ന് നമുക്ക് ചൈത്രം ഹോട്ട് ചിപ്സ്, അവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, ഊത്, പെർഫ്യൂംസ്, കേരള സാരി, ഹാൻഡിക്രാഫ്റ്റ്സ്, ചോക്ലേറ്റ്സ്, എന്താ വേണ്ടെന്നറിയില്ല. അതിനകത്ത് ഇല്ലാത്തൊന്നുമില്ല. അനില് മാത്രമില്ല അവിടെ. അനില് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. കാരണം അനിലിനെ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ കാണുന്നതാണ്. അന്ന് എനിക്ക് തോന്നുന്നു ആദ്യം സ്റ്റുഡിയോ ആയിരുന്നു. സ്റ്റുഡിയോ ഉള്ള കാലഘട്ടം മുതൽ അന്ന് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ ആദ്യം ചെല്ലുന്ന അനിലിൻ്റെ അടുത്തേക്കാണ്. അന്ന് തുടങ്ങിയൊരു സൗഹൃദമാണ്. അതിനുശേഷം നമ്മളെല്ലാവരും, ഞാനും ഇവിടുത്തെ MLA ജോണേട്ടനും തുടങ്ങിയ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ കൗൺസിലർ, അതുപോലെ നമ്മുടെ നാട്ടുകാർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അനിലിൻ്റെ വളർച്ച. ഒരു മനുഷ്യൻ വളരുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം, അധ്വാനം, അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലി, എല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് ഇതുപോലുള്ള പ്രസ്ഥാനം കൂടുതൽ കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അത് മുന്നോട്ടും അനിലിനത് സാധിക്കട്ടെ. ചൈത്രം വീണ്ടും വീണ്ടും വളരട്ടെ. നമ്മളെ സംബന്ധിച്ച് ആദ്യം നമുക്ക് പറവൂർ കവലയിൽ ഉണ്ടായിരുന്ന ചൈത്രം അവിടെ നല്ല നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പിക്കിൾസ് എല്ലാം കിട്ടും കൂടെ. അതൊക്കെ നല്ലതായത് കൊണ്ടാണ് അനിലിനെ ഇതുപോലുള്ള മുന്നോട്ടും ഇതുപോലുള്ള സംരംഭങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. തുടർന്നും നല്ല കലർപ്പില്ലാത്ത നല്ല ഭക്ഷണം തന്നു, നല്ല ഉപ്പേരികൾ തന്നു, നല്ല പിക്കിൾ തന്നു, എല്ലാം തന്ന് നമ്മളെ നാടിനെ, അതുപോലെ അദ്ദേഹത്തിന് വികസനം ഉണ്ടാവട്ടെ, നാടിന് വികസനം ഉണ്ടാവട്ടെ. ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളാണ് നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർന്ന് പന്തലിക്കട്ടെ. നമ്മളെല്ലാവരും ഈ സായാഹ്നത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ ബഹളുണ്ടാക്കരുത്, ഫ്ലോ പോവും. ഓക്കെ. എല്ലാവർക്കും, വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നന്ദി. തിരക്കിനിടയിൽ എന്ത് പ്രശ്നവും ടെൻഷൻ ഉണ്ടെങ്കിലും എൻ്റെ പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട്, കാണാൻ മറക്കരുത്. അതാണ് എനിക്ക് താങ്ക് യു സോ മച്ച്. ആലുവിലെ ആൾക്കാരെ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. വലിയ സന്തോഷം ഈ സായാഹ്നത്തിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ചൈത്രം ഓൾ ദി ബെസ്റ്റ്, ഗംഭീരമാവട്ടെ. അനിൽ ഓൾ ദി ബെസ്റ്റ്. അനിലേ കേൾക്കുന്നു, ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. താങ്ക് യു. ഞങ്ങൾ തമ്മിൽ ചെറുപ്പം പറഞ്ഞു കാട് ചെറിയ നിന്റെ പ്രായക്കാരനെ കുഴപ്പമാവും. ഓക്കെ, ഇത്ര നല്ല കലാകാരൻ നമ്മുടെ ഒരു ഭാഗ്യമാണ്. താങ്ക് യു. ഓണം എത്തുന്നതിന് മുമ്പ് അവിടെ എത്തിയില്ല. നല്ലൊരു കയ്യടി കൊടുക്കുക. ഇത് ആരാന്നല്ലേ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്താ ബഹുമാനത്തിൽ അച്ഛനാണ്. എൻ്റെ അച്ഛനല്ലടാ, അങ്ങനെ എൻ്റെ അച്ഛനാണ് പത്മനാഭപിള്ള. അദ്ദേഹമായിട്ട് ഇവർക്കൊക്കെ ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ്. വലിയ സന്തോഷം. ഇവര് അദ്ദേഹത്തെ മറന്നിട്ടില്ല എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ലൊരു കയ്യടി കൊടുക്കുക.